ലെവന്റ്, 3 മഹാമതങ്ങളുടെ ജന്മഭൂമി, നാഗരികതകളുടെ ഈറ്റില്ലം. ഇത് വെറുമൊരു മണലാരണ്യമല്ല, ലോകത്തിൻ്റെ ഗതി നിർണയിക്കുന്ന രാഷ്ട്രീയ ചതുരംഗ പലകയാണ്. ഒരു വശത്ത് അസ്തിത്വത്തിനായി പൊരുതുന്ന ഇസ്രയേൽ, മറുവശത്ത് വിപ്ലവ വീര്യവുമായി ഇറാൻ, ഇടയിൽ ഗൾഫ് രാഷ്ട്രങ്ങളും അമേരിക്കയും. ജെറുസലേം. ഈ സംഘർഷങ്ങളുടെയെല്ലാം ഹൃദയമിടിപ്പ് നിലകൊള്ളുന്നത് ഈ നഗരത്തിലാണ്. 5000-ലേറെ വർഷത്തെ ചരിത്രമുള്ള നഗരം, 3 മതങ്ങൾക്ക് ജീവവായു പോലെ പ്രധാനമായ ജെറുസലേം, മുസ്ലിങ്ങൾക്ക് മക്കയും മദീനയും കഴിഞ്ഞാൽ ഏറ്റവും വിശുദ്ധമായ ഇടം. പുരാതന ജൂത ദേവാലയത്തിൻ്റെ അവശേഷിപ്പായി കരുതപ്പെടുന്ന ഈ മതിൽ ജൂതന്മാരുടെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമാണ്. ക്രിസ്തുവിനെ ക്രൂശിച്ച ഇടമെന്ന് വിശ്വസിക്കുന്ന ക്രൈസ്തവരുടെ വിശുദ്ധ സങ്കേതം. 1 കിലോമീറ്ററിനുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന ഈ വിശുദ്ധ ഇടങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള അവകാശവാദങ്ങളാണ് പശ്ചിമേഷ്യയെ എന്നും ശാന്തിയില്ലാത്ത മണ്ണാക്കി മാറ്റുന്നത്. 2000 വർഷങ്ങൾക്ക് മുൻപ് സ്വന്തം മണ്ണിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട ജൂതന്മാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അവർ അലഞ്ഞു. തങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ വിശ്വസിച്ചിരുന്ന അവർ വാഗ്ദത്ത ഭൂമി എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിനായി വിശ്വാസപൂർവം കാത്തിരുന്നു. തങ്ങളുടെ പൂർവികർ ജീവിച്ചിരുന്ന പലസ്തീൻ മണ്ണിലേക്ക് ഒരു നാൾ തങ്ങൾ മടങ്ങിയെത്തും എന്നവർ ഉറച്ചു വിശ്വസിച്ചു. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ യൂറോപ്പിൽ ജൂതവിരോധം വംശഹത്യയിലേക്ക് വഴിമാറിയപ്പോൾ സ്വന്തമായി ഒരു രാജ്യമെന്ന ഉറച്ച ലക്ഷ്യത്തോടെ 1882 മുതൽ അവർ പലസ്തീൻ തീരങ്ങളിൽ വന്നിറങ്ങി. ആദ്യഘട്ടത്തിൽ അറബികൾ ഇതിനെ ഗൗരവമായി കണ്ടില്ലെങ്കിലും ജൂതരുടെ എണ്ണം വർദ്ധിച്ചു വന്നതോടെ സമാധാനത്തിൻ്റെ അന്തരീക്ഷത്തിന് പോറലേറ്റു. 2-ാം ലോകമഹായുദ്ധത്തിലെ ദാരുണമായ ജൂതവംശഹത്യ ലോകമനസാക്ഷിയെ ഉണർത്തി. 1947 നവംബർ 29-ന് ഐക്യരാഷ്ട്രസഭ 181-ാം പ്രമേയത്തിലൂടെ പലസ്തീനെ 2ആയി വിഭജിക്കാൻ നിർദ്ദേശിച്ചു. എന്നാൽ തങ്ങളുടെ മണ്ണ് വിഭജിക്കുന്നത് അറബികൾക്ക് അംഗീകരിക്കാനാവില്ലായിരുന്നു. ഈജിപ്ത്, ഇറാഖ്, സിറിയ തുടങ്ങിയ രാജ്യങ്ങൾ ചേർന്ന് അറബ് ലീഗ് രൂപീകരിച്ചു. 1948 മെയ് 14-ന് ഇസ്രയേൽ രൂപീകരിക്കപ്പെട്ടു. പിന്നാലെ അറബ് സൈന്യം ആക്രമണം തുടങ്ങി. ഈജിപ്ത്, ജോർദാൻ, സിറിയ, ഇറാഖ്, ലെബനൻ തുടങ്ങിയ രാജ്യങ്ങൾ ഇസ്രയേലിനെ വളഞ്ഞിട്ടാക്രമിച്ചു. സൗദി അറേബ്യ നേരിട്ട് സൈന്യത്തെ അയച്ചില്ലെങ്കിലും അറബ് സൈന്യത്തിന് ആവശ്യമായ സഹായങ്ങൾ നൽകി. എന്നാൽ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഇസ്രയേൽ ഈ ആക്രമണത്തെ അതിജീവിച്ചു. അതോടെ പശ്ചിമേഷ്യൻ മണ്ണിൽ ശത്രുതയുടെ കനലുകൾ ആളിക്കത്തി. ഇസ്രയേലിനെ അറബ് ലോകം വെറുത്തപ്പോൾ ഒരു കാലത്ത് അവരെ പിന്തുണച്ചിരുന്നത് ഷാ പഹ്ലവിയുടെ നേതൃത്വത്തിലുള്ള ഇറാനിലെ ഭരണകൂടമായിരുന്നു. അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും പ്രിയപ്പെട്ട ഭരണാധികാരിയായിരുന്നു ഇറാൻ ഭരിച്ചിരുന്ന ഷാ പഹ്ലവി. 1960-കളിൽ ഷാ നടപ്പിലാക്കിയ പരിഷ്കാരങ്ങളെ ആയത്തുള്ള റൂഹുൽ ഖുമൈനി എതിർക്കുകയും അമേരിക്കയോടുള്ള ഷായുടെ വിധേയത്വത്തെ പരസ്യമായി എതിർക്കുകയും ചെയ്തു. സവാഖ് എന്ന ഷായുടെ രഹസ്യ പോലീസിന് ഇസ്രയേലിൻ്റെ മൊസാദ് പരിശീലനം നൽകി. ഇറാനിലെ സമ്പത്ത് മുഴുവൻ കൊട്ടാരത്തിലേക്കും ധനികരിലേക്കും മാത്രമായി ചുരുങ്ങി. സാധാരണക്കാർ ദാരിദ്ര്യത്തിലും പട്ടിണിയിലുമായി. ഭരണകൂടത്തെ എതിർക്കുന്നവർ അതിക്രൂരമായി വേട്ടയാടപ്പെട്ടു. 1963-ൽ ഖൊമൈനി നടത്തിയ ഒരു പ്രസംഗം ഷായെ പ്രകോപിപ്പിച്ചു. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് ഇറാനിൽ വൻ കലാപങ്ങൾക്ക് കാരണമായി. ജനരോഷം പായുന്ന ഷാ ഖൊമൈനിയെ വധിക്കുന്നതിന് പകരം നാടുകടത്തി. രാജ്യത്ത് സമ്പത്തുണ്ടായിട്ടും സാധാരണക്കാർ പട്ടിണിയിലായി. ആയത്തുള്ള ഖൊമൈനി വിദേശത്ത് നിന്നും അയച്ച ഓഡിയോ കാസറ്റുകൾ ഇറാനിലെ പള്ളികളിലും തെരുവുകളിലും കാട്ടുതീ പോലെ പടർന്നു. അമേരിക്കയെ വലിയ സാത്താനെന്നും ഇസ്രയേലിനെ ചെറിയ സാത്താനെന്നും അദ്ദേഹം വിളിച്ചു. ഇറാന്റെ സമ്പത്ത് അമേരിക്ക കൊള്ളയടിക്കുകയാണെന്നും സംസ്കാരം ഇസ്രയേൽ തകർക്കുകയാണെന്നുമുള്ള ഖൊമൈനിയുടെ പ്രസംഗങ്ങൾക്ക് ലക്ഷക്കണക്കിന് ജനങ്ങളെ ഭരണകൂടത്തിനെതിരെ തെരുവിലിറക്കാനുള്ള ശക്തിയുണ്ടായിരുന്നു. ഇറാനിൽ ഭരണകൂടത്തിനെതിരെ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടു. ഇറാനിലേക്ക് വിദേശ സംസ്കാരം ഇറക്കുമതി ചെയ്യുന്ന
ഷാ ഭരണകൂടത്തിനെതിരെയും തങ്ങളുടെ എണ്ണ സമ്പത്ത് കൊള്ളയടിക്കുന്ന അമേരിക്കക്കും ഇസ്രയേലിനുമെതിരെയും ഇറാന്റെ തെരുവുകളിൽ പ്രക്ഷോഭത്തിന്റെ തീക്കാറ്റ് ആഞ്ഞടിച്ചു. ജനകീയ പ്രക്ഷോഭം ആളിക്കത്തിയപ്പോൾ 1979 ജനുവരിയിൽ ഷാ രാജ്യം വിട്ടോടിപ്പോയി. ഇറാനിൽ നിന്നും ഓടിപ്പോയ ഷാ പഹ്ലവിക്ക് അമേരിക്ക അഭയം നൽകി. 14 വർഷത്തെ പ്രവാസത്തിനു ശേഷം ഖൊമൈനി ഇറാനിൽ തിരിച്ചെത്തി. ലക്ഷക്കണക്കിന് ജനങ്ങൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ തടിച്ചുകൂടി. 1979 മാർച്ചിൽ നടന്ന ജനഹിത പരിശോധനയിലൂടെ ഇറാനെ ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചു. അതോടെ ആയത്തുള്ള ഖൊമൈനി ഇറാന്റെ ആദ്യത്തെ പരമോന്നത നേതാവായി ചുമതലയേറ്റു. 1989 ജൂൺ 3 അദ്ദേഹം അന്തരിച്ചു. 10 വർഷം നീണ്ടുനിന്ന ഭരണം ആധുനിക ഇറാന്റെ അടിത്തറവാകി. ഖൊമൈനിയുടെ വിലാപയാത്ര ലോകം കണ്ട ഏറ്റവും വലിയ വിലാപയാത്രകളിൽ ഒന്നായി. ചരിത്രത്തിൻ്റെ ഇതിഹാസ താളുകളിൽ ചോരയും വിപ്ലവ വീര്യവും പടർത്തി കടന്നുപോയ ഒരു യുഗത്തിനായിരുന്നു 1989 അന്ത്യം കുറിച്ചത്. ഒരു മഹാസാമ്രാജ്യത്തെ വിറപ്പിച്ച ആ വിപ്ലവഗർജനം അസ്തമിച്ചപ്പോൾ ആ വിയോഗ വാർത്തയിൽ വിറങ്ങലിച്ചു നിന്ന പേർഷ്യൻ തെരുവുകളിലേക്ക് ഒഴുകിയെത്തിയത് 1 കോടിയിലധികം മനുഷ്യരായിരുന്നു. അധികാരത്തിൻ്റെ സിംഹാസനങ്ങൾ താൽക്കാലികമായിരിക്കാം, പക്ഷേ ഒരു ജനതയുടെ സിരകളിൽ തീപിടിപ്പിച്ച ആശയങ്ങൾ കാലാതീതമായി എന്നും ജ്വലിച്ചു നിൽക്കും.